ഡൽഹിയുടെ ഹൃദയമിടിപ്പായിട്ടുള്ള പഴയ ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ നിങ്ങൾ യാത്ര പോയിട്ടുണ്ടോ? അങ്ങനെയുള്ള യാത്രകൾക്ക് ഇവിടെ ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ് ഈ ഇലക്ട്രിക് റിക്ഷകൾ. ഇതിൽ 7-8 ആളുകളൊക്കെ യാത്ര ചെയ്യുന്നത് കാണാം. ഏത് ചെറിയ വീട് വഴികളിലൂടെയും ഇവ യാത്ര ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തീരെ വീതി കുറഞ്ഞ റോട്ടിൽ കൂടിയാണെങ്കിലും ഇടവഴികളിലൂടെയൊക്കെ ഇവർ ഈ വണ്ടി കൊണ്ടുപോകുന്ന കാണാം. തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പായുന്ന ഈ തെരുവിൻ്റെ നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ലോകാത്ഭുതമുണ്ട്, ഡൽഹി ജമാ മസ്ജിദ്. ഈ തെരുവിൽ നിന്ന് കുറച്ച് അധികം സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം നമുക്കിതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ. ഈ ഭാഗം മൊത്തം തെരുവ് കച്ചവടക്കാരെ കൊണ്ട് കണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു സൈഡിൽ നിന്ന് നല്ല ചിക്കൻ കബാബിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇവിടെ കയറി ഇറങ്ങിയതിന് ശേഷം വന്ന് നോക്കാം. മുഗൾ ചക്രവർത്തിമാരിൽ നിർമ്മാതാക്കളുടെ രാജകുമാരെന്നറിയപ്പെടുന്ന ഷാജഹാൻ ചക്രവർത്തിയാണ് ഈ ജമാ മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത്. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ പ്രണയത്തിന് താജ്മഹൽ പണിത പോലെ തൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു ഇതിന് പണിതാണ് ഈ ജമാ മസ്ജിദ്. ആഗ്രയിൽ നിന്ന് തൻ്റെ തലസ്ഥാനം ഡൽഹിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ ഏകദേശം 1644 അദ്ദേഹം ഇത് പണി കഴിപ്പിച്ചതായിട്ട് പറയപ്പെടുന്നത്. ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ നമ്മളിപ്പോൾ ഈ മുന്നിൽ കാണുന്ന പോലത്തെ 3 പടുകൂറ്റൻ ഗോപുരവാതിലുകളുണ്ട് ഇതിന്. ഞങ്ങൾ ഏകദേശം വന്നത് ലുഹറിൻ്റെ ടൈമിലാണ്. ആ സമയത്തുള്ള ലുഹർ ബാങ്കാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ചുവന്ന മണൽക്കല്ലുകളും അതേപോലെ വെള്ള മാർബിളും ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഒരേ സമയം ഏകദേശം 25,000 പേർക്കൊക്കെ നിസ്കരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ പള്ളീൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ വലിയ അലങ്കാര വിളക്കുകളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പഴയ കാലത്തുള്ള കുറേ നിർമ്മിതികളും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഈ ഭാഗത്തെന്തോ വർക്കോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു. കാരണം ഇവിടെ നല്ല ഹൈറ്റൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് പള്ളിയോട് തന്നെ ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിടത്തിലാണ്. ഇതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ടൗണും കാര്യങ്ങളും മാർക്കറ്റ് നമുക്ക് വിശാലമായിട്ട് കാണാൻ കഴിയും. നട്ടുച്ച സമയമായതുകൊണ്ടും ചെരുപ്പിടാത്തതുകൊണ്ടും അത്യാവശ്യം കാലൊക്കെ നല്ല ചൂടുണ്ട്, നല്ല പൊള്ളണ ചൂടുണ്ട്. അതിന്റെ മേലെ കയറണ നമുക്ക് ആ മിനാരത്തിൻ്റെ മുകളിൽ കയറാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോയോക്കാം. അവിടെ നിന്ന് നല്ല കാഴ്ചകൾ കാണാമെന്നാണ് ആളുകൾ പറഞ്ഞത്. ഈ മിനാരത്തിൻ്റെ മേലെ കയറിയെന്നാൽ ഡൽഹിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഒരു ഭാഗത്ത് ചെങ്കോട്ട ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് കാണാം. അതിൻ്റെ തെരുവോര കച്ചവടക്കാരൊരു നീണ്ട നിര അത് വേറെ കാണാം. ഒരു ഭാഗത്ത് ബിൽഡിങ്ങുകൾ നിറഞ്ഞ് പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകളാണ്, അത് കാണാം. അതിൻ്റെയൊക്കെ ബാക്കിലായിട്ട് പുതിയ ഡൽഹി പറഞ്ഞിരിക്കുകയാണ്.
പള്ളിൻ്റെ നടുമുറ്റും അതേപോലെ ഉതു കൊടുക്കാനുള്ള കുളവും കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യമാണ്. എന്താ കുഞ്ഞാണ് ഓ എന്തൊരു ചൂടാണോ. കുഞ്ഞു വേണേ ഇപ്പഴത്തേക്ക് കിടന്നോ. ആ പ്രേമൊക്കെ തരില്ല. ഓക്കെ, കുറച്ചുകൂടി അടുത്ത കൂടെ നടന്നോളെ. ഉണ്ട്, പ്രേമിലുണ്ട്.